നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 482nd day. Today 6th chapter 82nd ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 482 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 82ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 82ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ സദസ്യാ പരമോരു തേജസം സദ്യസ്സമുത്തായ ദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയേസുഖം സ്ഥിതോ വദസ്സം ശൃണുതാമലാം ഗിരം. ദൃഷ്ട്വാ സദസ്യാ പരമോരു തേജസം സദ്യസ്സമുത്തായ സുദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയേസുഖം സ്ഥിതോ വദസ്സം ശൃണുതാമലാം ഗിരം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇപ്രകാരമുള്ള കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ മഹാത്മാവായിട്ടുള്ള ആ ശ്രീ ശുകബ്രഹ്മർഷി അവിടെ അല്പാൽപമായിട്ട് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞുകൊണ്ട് എത്തിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നവരത്രയും പരമമായ പരമഹംസന്മാരായിട്ടുള്ള മഹർഷിമാരും പരമോന്നതന്മാരുമായിട്ടുള്ളവരാണ്. എല്ലാവരും തന്നെ ആ ശുകബ്രഹ്മർഷിയെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നു അത്രേ. പരമമായ തേജസ്സോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാ സദസ്യരും സമുത്തായ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് അത്രയും നന്നായിട്ടുള്ള ഒരു ആസനത്തിൽ അദ്ദേഹത്തെ ഇരുത്തി. അതിനുശേഷം ബ്രഹ്മർഷിയായിട്ടുള്ള നാരദർ അദ്ദേഹത്തെ പൂജിച്ചു, നല്ല സുഖകരമായിട്ട് പൂജിച്ചു. അതിനുശേഷം അദ്ദേഹം അതിന്മേൽ ഇരുന്ന ആ ശുകമുനി ശ്രീ ശുകബ്രഹ്മർഷി അവരോട് ഇപ്രകാരം പരിശുദ്ധമായ വാക്കിനെ പറഞ്ഞു. ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുവിൻ എന്ന് സൂതൻ ശൗനകാദികളോട് പറയുകയാണ്. ആ ശുകബ്രഹ്മർഷിയുടെ വ്യാസപുത്രനായ ശുകബ്രഹ്മർഷിയുടെ തേജസ്സും ഇതുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉൾക്കണ്ണിൽ നമുക്ക് കാണാവുന്ന മാതിരി അത്രയ്ക്കും നന്നായിട്ടാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. സദസ്യരൊക്കെ ആ പരമ തേജസ്സോടു കൂടിയിട്ടുള്ള ശുകബ്രഹ്മർഷിയെ കണ്ടപ്പോൾ ഉടനെ എഴുന്നേറ്റു നിന്നു. നല്ല അദ്ദേഹത്തിന് ഇരിക്കാൻ നല്ല ഇരിപ്പിടം നൽകി നാരദർ അദ്ദേഹത്തെ വേണ്ടും വിധം പൂജിച്ചു. അപ്രകാരം ഇരുന്നതിന് ശേഷം ആ ശ്രീ ശുകബ്രഹ്മർഷി ആ സദസ്യരോട് ഇപ്രകാരം വളരെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ് പരിശുദ്ധമായ വാക്ക്, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പരിശുദ്ധമായ വാക്കുകൾ മാത്രമേ വരികയുള്ളൂ. അപ്രകാരം പരിശുദ്ധമായ വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുവിൻ എന്ന് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീ ശുകബ്രഹ്മർഷിയുടെ വാക്കുകൾ നമുക്ക് നാളെ കേൾക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. ദൃഷ്ട്വാ സദസ്യാ പരമോരു തേജസം സദ്യസ്സമുത്തായ ദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയേസുഖം സ്ഥിതോ വദസ്സം ശൃണുതാമലാം ഗിരം. ഗിരം എന്ന് പറഞ്ഞാൽ വാക്കുകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം ശ്രീകൃഷ്ണായ നമഃ.